വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ചാലിയാർ പഞ്ചായത്തിലെ മതിൽമൂലയിൽ കാട്ടാനകളുടെ വിളയാട്ടം. നാലകത്ത് സിദ്ദീഖിന്റെ കൃഷിയിടത്തിലെ കൃഷികൾ വ്യാപകമായി ഇന്നും നശിപ്പിച്ചു. 500ഓളം നേന്ത്രവാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ആനകൾ കൃഷിയിടത്തിലേക്ക് വരുന്നത് കണ്ട് വനപാലകരെ ഫോണിൽ വിളിച്ചറിയിച്ചു. കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിൽ നിന്നും എത്തിയ വനപാലകർ ആനകളെ കാടുകയറ്റാതെ കൃഷിയിടത്തിന് പുറത്തുനിന്ന് പടക്കം പൊട്ടിച്ച ശേഷം മടങ്ങിയെന്നും സിദ്ദീഖ് പറയുന്നു. ഇതിനുശേഷമാണ് 3 കാട്ടാനകൾ കൃഷിയിടത്തിൽ കയറി സർവനാശം വിതച്ചത്. ഒരു ഭാഗം ഫെൻസിങ് ഉണ്ടായില്ല, അതിൻ്റെ അപ്പുറത്ത് കൂടെ ആന കയറിയിട്ട് വന്നു. ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ചു ഒരു 11 മണിയാകുമ്പോൾ വന്ന് ഒരു ഇതിക്കും കൂടി വായിക്കൊന്നും ഇറങ്ങി നോക്കാതെ പുറത്തുനിന്ന് അവർ പടക്കം പൊട്ടിച്ചു. ആന പോയി കാണുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു അവരപ്പുറത്ത് പിന്നെയും ഞാൻ പറഞ്ഞു വായ ഒടിക്കണ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓല പോയൻ്റെ ഒക്കെ തന്നെങ്ങാണ്ട് അവിടുന്ന് 2 പടക്കം പൊട്ടിച്ച് ആന പോയിക്കോളെന്ന് പറഞ്ഞു. ഓല കൊടുന്ന് പോയി. പക്ഷെ ഞാൻ എൻ്റെ മുതലല്ലേ പോണു. ഞാനെന്ത് ചെയ്തു, ഉറക്കം വരില്ല. ഞാൻ എൻ്റെ മറ്റേ പെങ്ങളെ മക്കൾ, ജാസ്തിൻ്റെ മക്കളൊക്കെ കൂടി വന്ന് ഞങ്ങൾ പടക്കം പൊട്ടിച്ച് ഒഴിവാക്കിയതുകൊണ്ട് നാശം 200 വാഴ വന്നു. 3 വലിയ ആനകളാണ് വന്നത്. വനം RRTയെ കൂടി വിളിച്ചു വരുത്തി കാട്ടാനകളെ കാട് കയറ്റിയിരുന്നുവെങ്കിൽ സിദ്ദീഖിന്റെ കൃഷിയിടത്തിലെ കൃഷികൾ കാട്ടാനകൾ നശിപ്പിക്കില്ലായിരുന്നു. സോളാർ വൈദ്യുത വേലി തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും പ്രവേശിക്കുന്നത്. നേന്ത്രവാഴകൾ, കപ്പ ഉൾപ്പെടെയാണ് നശിച്ചത്. മന്ത്രി PK ബഷീറിന്റെ മണ്ഡലമായ ഏർനാട്ടിന്റെ ഭാഗം കൂടിയാണ് ചാലിയാർ പഞ്ചായത്തിലെ മതിൽമൂല ഭാഗം. കാനക്കുത്ത് വനമേഖലയിൽ നിന്നും കാഞ്ഞിരപ്പുഴ കടന്നാണ് ആനകൾ സിദ്ദീഖിന്റെ കൃഷിയിടത്തിലെത്തിയത്. 15 ദിവസത്തിനുള്ളിൽ കാട്ടാനകൾ 4 തവണയാണ് ഈ കർഷകന്റെ കൃഷിയിടത്തിലെത്തി കൃഷിനാശം വരുത്തിയിട്ടുള്ളത്. A+ വിഷൻ, ചാലിയാർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.